Hello students, welcome to this channel. Today we are going to discuss the topic about half-range sine series of a function. So already we have discussed 3 problems regarding half-range cosine series. So this topic now the formula, and based on that we are going to do 2 problems. So first of all, the formula is, suppose a function is given here, f of x. We define a function in an interval, maybe either a closed interval or maybe a open interval 0, L. അതായത് ഈ ഹാഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇൻ്റർവൽ നമ്മൾ എടുക്കുന്നത് 0 to pi, 0 to L അങ്ങനത്തെ ഇൻ്റർവലിലൊക്കെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് ഹാഫ് റേഞ്ച് എന്ന് പറയും. ഫുൾ അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ തന്നെ ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഓർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്നായിരിക്കും വരുന്നത്. സോ ഇൻ സച്ച് സിറ്റുവേഷൻസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് മെൻഷൻഡ് അക്കോർഡിംഗ് ടു ദ ലിമിറ്റ് യു ക്യാൻ കൺസിഡർ. ഇപ്പോൾ ലിമിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ എടുക്കാം. സോ ഹിയർ എഫ് ഓഫ് എക്സിൽ സമ്മേഷൻ എൻ വേരീസ് ഫ്രം 1 to infinity bn into sin of n pi x by L, and in this here the condition is a naught is equal to 0 and an is equal to 0. Already നമ്മൾ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസിൽ നമ്മൾ നോക്കിയത് അവിടെ bn 0 ആയിരുന്നു. ആ കേസിൽ ബി എൻ 0. അപ്പോൾ എ നോട്ട് എ എന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ എ നോട്ടും എ എന്നും 0, ബി എൻ വാല്യൂ മാത്രമാണ്. അപ്പോൾ ബി എൻ ഇസ് ഈക്വൽ ടു 2/L ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഡി എക്സ്, വേർ ബി എൻ ഇസ് ദ Fourier coefficient. This formula is called the half range sine series of the function. So one of the formula also we have to remember. ഈ ഫോർമുല നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. അതായത് ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഫോർമുല വേണം. അതായത് ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. And another formula, this is one of the formula. Next formula is integral e raised to ax into sin bx dx is equal to e raised to ax by a square plus b square into a sin bx minus b cos bx. അതായത് ഇവിടെ cos ആണെങ്കിൽ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ടിംഗ് കോസ് ആണ്, ഇവിടെ സൈൻ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് സൈൻ ആണ്. ഇപ്പോൾ ഇവിടെ കോസ് ആണെങ്കിൽ പോസിറ്റീവ്, സൈൻ ആണെങ്കിൽ നെഗറ്റീവ്, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. സോ ഈ ഫോർമുല നമുക്ക് വേണം, എങ്കിലേ നമുക്ക് അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് Fourier sine series of the function f of x is equal to k in open interval 0, pi. അത് മേ ബി ക്ലോസ്ഡ് ആവാം, ചിലപ്പോൾ ഓപ്പൺ ആവാം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. എന്നാലും നമുക്ക് തരുന്ന ലിമിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ എടുക്കുന്നു. അപ്പോൾ ദ Fourier sine series representation of f of x equal to k in 0 less than x less than pi is, that means 0 less than x less than pi means it is open interval 0, pi. f of x equal to summation n varies from 1 to infinity bn into sin of n pi x by L, and bn is 2/L into integral 0 to L. 0 to L ആണ്, 0 to L f of x into sin of n pi x by L into dx. On comparing this with 0, L, we get L is equal to pi. So that this formula becomes, it is summation f of x equal to summation n varies from 1 to infinity bn into sin nx, and here bn is equal to 2/pi integral 0 to pi f of x into sin of n pi x divided by pi ആണ്. So sin nx into dx. So this is the formula. ഇനി നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Let bn is equal to 2/pi integral 0 to pi. Here f of x is equal to, given f of x equal to എന്താണ്, k. So k is a constant. So sin of n pi x by L into dx. So that you will get k into sin nx dx. So ഇവിടെ l ന് പകരം നമ്മൾ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈയും പൈയും ക്യാൻസൽ ആവും. So k into sin of nx dx. So therefore k is a constant, take outside. So 2k by pi integral 0 to pi sin nx, sin nx ന്റെ integration minus cos nx by n. Remember that sin nx ന്റെ integration minus cos nx the whole divided by n over the limit 0 to pi.
ദാറ്റ് ഈസ് ഇവിടെ മൈനസ് കോൺസ്റ്റൻറ്റ് അത് നമുക്ക് പുറത്തെടുക്കാം ബൈ എൻ, അതും നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ പുറത്ത് -2k/n/, ഈക്വൽ ഇൻറ്റു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos n/, മൈനസ് ലോവർ ലിമിറ്റ് cos 0. സോ cos n/, വാല്യൂ എന്താണ്? -1 the whole raised to n, and cos 0 വാല്യൂ is 1. സോ ഹിയർ യു വിൽ ബി ഹാവിങ് ഈ മൈനസ് വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k/n/, 1 minus -1 the whole raised to n is the answer. Now we have to substitute bn in the formula Fourier series. So that is the Fourier series expansion f of x equal to summation n varies from 1 to infinity 2k/n/, into 1 minus -1 the whole raised to n, into sine of n/, x/l. L is equal to pi. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈയും ക്യാൻസൽ ആവുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് 2, ഇതിൽ 2 കോൺസ്റ്റൻറ്റ്, k കോൺസ്റ്റൻറ്റ്, പൈ കോൺസ്റ്റൻറ്റ്. സോ 2k/pi ഇൻറ്റു സമ്മേഷൻ n വേരീസ് ഫ്രം 1 to infinity 1 minus -1 the whole raised to n, the whole divided by n into sin nx is the required answer. Now next question, find the half range Fourier Sine representation of the function f of x equal to e raised to x in open interval 0,1. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോർമുല എഴുതുക. ഇനി ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് ഏതുമായിട്ടാണ്? 0,1 വിത്ത് 0,l, ദാറ്റ് ഇസ് l is equal to 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ l എന്നുള്ളത് 1 എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത് ഈ ഫോർമുലയിലും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ bn equal to 2/l, 2/1 into integral 0 to 1, 0 to l ആണ്. സോ 0 to l is equal to 1 e raised to x into sin n/, x/l is equal to 1 into dx, so that you will get e raised to x into sin n/, x into dx. 2 is a constant outside the integral. ഇപ്പം നമ്മുടെ ഫോർമുല അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഇൻ്റഗ്രൽ അതായത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 e raised to x ഇൻറ്റു സൈൻ nx എന്നുള്ളത് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് e raised to ax ഇൻറ്റു സൈൻ bx. അപ്പോൾ ഇതിൽ നിന്ന് എ വാല്യൂ എന്താണ്? വാട്ട് ഇസ് എ ഹിയർ? എ ഇസ് ഈക്വൽ ടു, ഓൺ കമ്പയറിങ് ഇതുമായിട്ട് ആദ്യം കമ്പയർ ചെയ്യുക. ഓൺ കമ്പയറിങ് യു വിൽ ഗെറ്റ് എ ഈക്വൽ ടു 1. ഇനി അടുത്ത് സൈൻ ബി എക്സും n/, എക്സും കമ്പയർ ചെയ്യുക. സോ ഇവിടെ നമുക്ക് ബി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? n/, x. അപ്പോൾ അതായത് ബി ഈക്വൽ ടു എന്താണ്? n/. അപ്പോൾ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു n/. ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാട്ട് യു ഗെറ്റ് ദ ഫോർമുല? ഇൻ ദ ഫോർമുല e raised to ax into sin bx, that is equal to e raised to ax by a square plus b square into a sin bx minus b into cos bx. ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് you will get e raised to x by a equal to 1, b equal to n/. അപ്പോൾ a square plus b square into a into ഇത് a into sin bx, sin n/x minus b into cos bx. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. a into sin bx minus b into cos bx. അപ്പോൾ a equal to 1, b equal to n/. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇവിടെ ഇതിനകത്ത് 1 സ്ക്വയർ പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ അത് നമുക്കങ്ങ് പുറത്തെടുക്കാം. പുറത്തെടുത്തതിന് ശേഷം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ 1, ദാറ്റ് മീൻസ് e raised to 1 ഇൻറ്റു സൈൻ n/, മൈനസ് n/, ഇൻറ്റു കോസ് n/, മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to 0 ഇൻറ്റു സൈൻ 0 മൈനസ് n/, ഇൻറ്റു കോസ് 0. സോ സൈൻ 0 വാല്യൂ എന്താണ്? ഇറ്റ് 0, cos 0 value 1, അതേപോലെ sin n/, value 0. So on substituting here 2/1 plus n square pi square is equal to e into 0 minus n/, into cos n/, value എന്താണ്? cos pi, അതായത് remember that cos pi equal to -1, cos n/, equal to -1 the whole raised to n. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് e raised to 0, e raised to 0 equal to 1. അപ്പോൾ ഇവിടെ 1 into
to sin 0 0 minus n pi into cos 0 value 1. So therefore ഇവിടെ ഒരു മൈനസ് ഇവിടെ ഒരു മൈനസ്, അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ എന്താ പ്ലസ് എൻ പൈ. ഇനി ഇവിടെ വരുമ്പോൾ 2/1 പ്ലസ് എൻ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു മൈനസ് എൻ പൈ ഇൻറ്റു മൈനസ് 1/n. ഇനി നമുക്ക് ഇതിനെ തിരിച്ചെഴുതുമ്പോൾ ഇതിൽ കോമൺ എൻ പൈ കോമൺ, ഇവിടെയും ഒരു എൻ പൈ കോമൺ, ടേക്ക് ഔട്ട് സൈഡ്. സോ 1 മൈനസ് ഇ ഇൻറ്റു മൈനസ് 1/n. ഇനി ദ ആൻസർ ഇസ് 2n pi by 1 plus n square plus pi square into 1 plus e into e raised to minus 1 the whole raised to, ഇതും കൂടി ഇതിൽ കമ്പൈൻ ചെയ്യുമ്പോൾ whole raised to n plus 1 ആയിരിക്കും ആൻസർ. Next one, we have to substitute this in the f of x. Therefore, f of x equal to summation n varies from 1 to infinity bn into sine of n pi x by l. L is equal to എന്താണ് 1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ therefore നമുക്ക് bn ആൻസർ എന്താണ്? See, what is bn answer? 2n pi by 1 plus n square plus pi square into 1 plus e raised to e into minus 1 raised to n plus 1. So ഇവിടെ നമുക്ക് ആൻസർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻസർ എന്താണ്? f of x equal to summation n varies from 1 to infinity 2n pi by 1 plus n square plus pi square into 1 plus e into minus 1 raised to n plus 1 into sine of n pi x by l എന്താണ് 1 ആണ്. അപ്പോൾ sine of n pi x is the required answer. Now, so we have discussed here two questions. One is f of x equal to k and another question is f of x equal to e raised to x. Two questions we have discussed in this video. If you have any doubts, please comment in the comment section. Thank you.